കഴിഞ്ഞ പോയൊരു ദിവസമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സഹപരിശീലക പോസ്റ്റിലുള്ള, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രെങ്തനിങ് ആൻഡ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായി പ്രവർത്തിച്ച് ബ്ലാസ്റ്റേഴ്സിൽ തുടർന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഡേവിഡ് കറ്റാലയ്ക്ക് കൂടെ വന്നിട്ടുണ്ടായിരുന്ന പരിശീലകനായിട്ടുള്ള റാഫ മോണ്ടഗ്നെഗ്രോ എന്ന് പറയുന്ന പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം വിട്ടിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം വിട്ടതിന് പിന്നാലെ തന്നെ ഒരുപാട് റൂമറുകളായിരുന്നു ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ പ്രധാന പരിശീലകനായിട്ടുള്ള സ്പാനിഷ് കോച്ച് ഡേവിഡ് കറ്റാല കേരള ബ്ലാസ്റ്റേഴ്സ് ടീം വിടുന്നതിൻ്റെ സൂചനയാണിതെന്നും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റുമായിട്ട് കോച്ച്, അതായത് ഡേവിഡ് കറ്റാല തർക്കത്തിലേർപ്പെട്ടു എന്നിങ്ങനെ തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമുമായിട്ട് ഡിസാറ്റിസ്ഫൈ ആയി എന്ന ഒരു തരത്തിലുള്ള വാർത്തകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് നിലവിൽ ലഭിക്കുന്ന കൺഫർമേഷൻ പ്രകാരം ഈ വാർത്തകളൊക്കെ തന്നെ തികച്ചും വ്യാജമാണ് എന്ന് നമുക്കറിയുവാൻ സാധിച്ചിട്ടുണ്ട്. ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ്. ഇതിനും പുറമെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പുതിയ പരിശീലകൻ, അതായത് റാഫ മോണ്ടഗ്നെഗ്രോയ്ക്ക് പകരക്കാരായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡേവിഡ് കറ്റാലയുടെ പുതിയ പരിശീലക സംഘം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമുമായിട്ട് ഉടൻ തന്നെ ജോയിൻ ചെയ്യുമെന്ന തരത്തിലുള്ള ഒരു സന്തോഷ വാർത്തയും നമുക്കറിയുവാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞുപോയ ISL സീസണിലും കഴിഞ്ഞുപോയ ഡ്യൂറൻഡ് കപ്പ് സീസണിലും വളരെ മോശം പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഡ്യൂറൻഡ് കപ്പിലും അതുപോലെ തന്നെ സൂപ്പർ കപ്പിലും ഒക്കെ തന്നെ. അതിനാൽ തന്നെ വരുവാനായിട്ട് പോകുന്ന ISL സീസണുകളിൽ എങ്കിലും ട്രോഫി നേടുവാനായിട്ട് സാധിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുമുള്ള അപ്ഡേറ്റുകളും ബ്ലാസ്റ്റേഴ്സ് ടീം മാനേജ്മെൻറ്റ് തങ്ങളുടെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, മെലോസ് ഡ്രിൻസിച്ചിന് പകരക്കാരനായിട്ടുള്ള ഒരു താരത്തെ ഉറപ്പായും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കും. ഇതിനും പുറമെ 1-2 താരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ബ്ലാസ്റ്റേഴ്സ് റൂമറുകളും നിലവിൽ കേട്ട് വരുന്നുണ്ട്. സോ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇതൊക്കെ സത്യമാവുമോ എന്നുള്ളത്. ഇന്നലെയോടുകൂടി തന്നെ ഇന്ത്യയിൽ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. സോ വരുവാനായിട്ട് പോകുന്ന ദിവസങ്ങളിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റൂമറുകൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ചില റൂമറുകൾ കൃത്യമായും സത്യസന്ധമായിട്ടുള്ളവയാണ്. അതനുസരിച്ച് നമുക്ക് നല്ല നല്ല വാർത്തകൾ ഉടൻ തന്നെ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നല്ലൊരു ടീമിനെ വരുവാനായിട്ട് പോകുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെ ബിൽഡ് ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.